football. Aha. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഇൻസമാം. എൻ്റെ പേര് ജാമിൽ. ഞങ്ങളിവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു ഗ്രീൻ ചട്നിയാണ്. പലതരം ഡിഷുകളുടെ കൂടെ സ്വാദിഷ്ടമായി കഴിക്കാൻ കഴിയുന്ന ഒരു തരം ചട്നിയാണിത്. അൽഫാം, തന്തൂരി, ഷവർമ, സാൻഡ്വിച്ചുകൾ, ബർഗർ എന്നിവയ്ക്കൊപ്പം ഈ ഡിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളെ ആദ്യം പരിചയപ്പെടുത്താം. 2 പിടിയോളം മല്ലിയില, 1 പിടിയോളം പുതിന, കുരു കളഞ്ഞ മുളക് 6 എണ്ണം, 6 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നാരങ്ങ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും, അരിഞ്ഞു വെച്ച മല്ലിയിലയിലും പുതിനയിലയും, പിന്നെ കുരു കളഞ്ഞ 6 മുളക്, ഇഞ്ചി 1 കഷ്ണം, ഇതെല്ലാം കൂടി ഒരു ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് പഞ്ചസാര 1 നുള്ള്, ഇത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഉപയോഗിക്കുന്നത്. അതിലേക്കൊരു ഇത്തിരി ഉപ്പ്, ഇനി നമ്മൾ മാറ്റി വെച്ച 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കും. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കും. വീണ്ടും 2-3 സെക്കൻഡ് 4 ഒന്ന് അടിച്ചെടുക്കുക. സ്വാദിഷ്ടമായ നമ്മുടെ സോസ് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. ഇന്നത്തെ ഈ ഗ്രീൻ ഡിപ്പ് അല്ലെങ്കിൽ പച്ച ചട്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് അൽഫാം, അതേപോലെ തന്തൂരി എന്നിവയ്ക്കൊപ്പവും സാൻഡ്വിച്ച്, ബർഗർ എന്നിവയ്ക്കുള്ളിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പലവിധം മുളകുകൾ നിങ്ങൾക്ക് മാറ്റി ചേർക്കാവുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടി ഇതിൽ കൂടുതൽ തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനിയും ഇത്തരം വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതാണ്. പോടാ 2 പിടിയോളം